നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് ഇടപഴകുന്ന നമ്മുടെയൊക്കെ വീട്ടിൽ വളർത്തുന്ന ഒരു പക്ഷിയാണ് പ്രാവ്, അല്ലേ? ആ പ്രാവുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിക്കാൻ പോകുന്നു. പ്രാവിനെ വളർത്താമോ? പ്രാവിന്റെ ഇറച്ചി നമുക്ക് കഴിക്കാമോ? പ്രാവ് നമ്മുടെ വീട്ടിൽ വന്ന് കൂടുവെച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ വരാനുണ്ടോ? പ്രാവിരുന്ന് കൂകിയാൽ നമുക്ക് എന്തെങ്കിലും അപകടം, കുറുകിയാൽ എന്തെങ്കിലും അപകടം വരാനുണ്ടോ? അങ്ങനെ തുടങ്ങി പ്രാവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധമായ മക്കയിലെ പ്രാവുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് തുടങ്ങിയുള്ളൊരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. പ്രാവെന്ന് പറഞ്ഞാൽ പാല് ചുരത്താൻ കഴിവുള്ള ഒരു പക്ഷിയാണ്. പാല് ചുരത്താൻ കഴിവുള്ള പക്ഷിയാണ് പ്രാവ് എന്നുള്ളത്. അത് മാത്രമല്ല, മുട്ടയിടുന്നതിന്റെ 5 ദിവസം മുമ്പ്, മുട്ടയിടുന്നതിന്റെ 5 ദിവസം മുമ്പ് തന്റെ തൊണ്ടയിൽ ഒരു ഗ്രന്ഥിയിൽ അതിന്റെ പാൽ ഉൽപ്പാദിപ്പിക്കും. കുഞ്ഞുണ്ടായാലോ 5 ദിവസം ആ പാല് നൽകുകയും ചെയ്യും. അതാണ് പ്രത്യേകത. 5 ദിവസമേ പാല് നൽകുള്ളൂ. അത് മാത്രമല്ല, ആ പ്രാവുകൾക്ക് 15-20 വർഷം വരെ ദീർഘായുസുണ്ടെന്നാണ്. 15-20 വർഷത്തിനിടയിൽ ഒരു പ്രാവ് ജീവിച്ചിരിക്കുമെന്നാണ് പഠനം. അങ്ങനെ കൃത്യമായി ആ പഠനങ്ങളുടെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാവിനെ പറ്റി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അലിയാര് തങ്ങൾ പറഞ്ഞു, നബിയെ, ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു ഒരു വിനോദം അല്ലെങ്കിൽ സമയം പോകാൻ ഒരു കാര്യം പറഞ്ഞു തരണം. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്തഖദ് സൗജ മിൻ ഹമാം, പ്രാവിൽ നിന്നൊരു ജോഡിയെ നീ വളർത്തുക, ഒരു ആണിനെയും ഒരു പെണ്ണിനെയും വളർത്തിക്കോ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പൊ പ്രാവിനെ വളർത്തൽ അനുവദനീയമാണ്. എങ്ങനെ വളർത്തണം? ഇമാമുനാ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തൗഖുൽ ഹമാം എന്ന ഗ്രന്ഥത്തിൽ കാണാം, മുട്ടയ്ക്ക് വേണ്ടി, ഇറച്ചിക്ക് വേണ്ടി, ശബ്ദം കേൾക്കാൻ വേണ്ടി എന്നിവയ്ക്ക് വേണ്ടി വളർത്തൽ, കൂട്ടിലിട്ട് വളർത്തൽ അനുവദനീയമാണ്. കൂട്ടിലിട്ട് വളർത്തുമ്പോൾ അതിന് ഭക്ഷണം, അതിന്റെ വെള്ളം, അതിന് പറക്കാൻ കഴിയണം. അങ്ങനെ അതിന്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാത്ത രീതിയിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുമോ അങ്ങനത്തെ രീതിയിൽ ഒരു വീട്ടിൽ പ്രാവിനെ വളർത്തൽ പ്രത്യേകം നല്ലതാണ്, സുന്നത്താണ് എന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട്. അതിൽ പ്രാവുകൾ പല കോലത്തിലുണ്ട്. അമ്പലപ്രാവുകൾ, മാടപ്രാവുകൾ, വെള്ളരിപ്രാവുകൾ. ഏത് പ്രാവിനെയും വളർത്താം. വെള്ളരിപ്രാവിനെ മാത്രമേ വളർത്താവുള്ളൂ എന്നൊന്നുമില്ല. ഏത് പ്രാവിനെയും വളർത്താം. വളർത്തുമ്പോൾ അതിനോട് കാണിക്കേണ്ട മര്യാദകൾ, അതിനോട് കാണിക്കേണ്ട ആദരവുകൾ, ഇത് നമ്മൾ പാലിച്ചിരിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു സംശയം ഉസ്താദേ, പ്രാവിനെ നമ്മൾ വളർത്തുമ്പോൾ പ്രാവ് നമ്മുടെ വീട്ടിൽ ഒന്ന് കൂടുവെച്ചാൽ, ചിലപ്പോൾ നമ്മുടെ കടയിൽ ഷട്ടർ പൊക്കുന്നതൊക്കെ കിടക്കുന്ന ഷട്ടറിന്റെ മുകളിൽ പ്രാവ് കൂടുവെക്കും. നമ്മുടെ വീടിന്റെ എയർ ഹോളുകൾ കൊണ്ടുവന്ന് പ്രാവ് കൂടുവെക്കും. നമ്മുടെ ജനലിന്റെ സൈഡ് ഹോളുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവെക്കും. അവിടെയൊക്കെ പ്രാവ് കൂടുവെക്കാറുണ്ട്. അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രാവ് കൂടുവെക്കൽ അത് നല്ലതാണ് എന്ന് പറഞ്ഞതാണ് അധികരിച്ച പണ്ഡിതന്മാരും. അത് ആ വീട്ടിൽ സന്തോഷത്തിന്റെ, റാഹത്തിന്റെ അടയാളമാണ്. അപ്പൊ ചില ആളുകൾ സംസ്ഥാന പ്രാവ് ഇങ്ങനെ വന്നിരുന്ന് വെറുതെ കുറുകും. അപ്പൊ എന്തെങ്കിലും അപകടമാണോ? പ്രാവ് കുറുകുന്നത് നല്ലതാണോ അപകടമാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് നമുക്ക് സംശയം ഉണ്ടാവൂലേ? പ്രാവ് കുറുകുമ്പോൾ എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വീട്ടിൽ നല്ല ശബ്ദമുള്ള പ്രാവിനെ വളർത്തണം. കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പിശാചിൽ നിന്നും തടയാൻ അതിന് കഴിയും. പ്രാവ് കുറുകൽ പൈശാചിക ഉപദ്രവങ്ങളെ തടയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കിയേ, പ്രാവ് കുറുകിയ നമ്മൾ വീട്ടിൽ പൈശാചിക ഉപദ്രവം, കുട്ടികളിൽ കൂടുതലും പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാവില്ലെന്നാണ്. പൈശാചിക ഉപദ്രവങ്ങൾ കുറയും, പ്രത്യേകിച്ച് കുട്ടികളിൽ അത് വലിയ സേഫ്റ്റിയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം, കളിക്ക് വേണ്ടി, വിനോദത്തിന് വേണ്ടി, മത്സരത്തിന് വേണ്ടി പക്ഷിയെ വളർത്തൽ, പക്ഷിയെ എന്നല്ല പ്രാവിനെ വളർത്തൽ, പക്ഷിയെ വളർത്തൽ, കോഴിയെ വളർത്തൽ, ഇതെല്ലാം ഹറാമാണെന്ന് നമുക്ക് അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രാവിനെ വളർത്തൽ നല്ലതാണ്. കാരണം എന്താ? മാതൃകയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ വിർദാൻ എന്ന് പറയുന്ന ഒരു പ്രാവ് ഉണ്ടായിരുന്നു. ഹയാത്തുൽ ഹയവാനി നോക്കിയാൽ മനസ്സിലാവും, കിതാബിൽ എഴുതിയിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി തങ്ങൾക്ക് വിർദാൻ എന്ന പേരുള്ള ഒരു പ്രാവുണ്ട്. അതിന് ചുമന്ന നിറമായിരുന്നു. ഇളം ചുമന്ന നിറത്തിൽപ്പെട്ട ഒരു പ്രാവ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ നമുക്കൊരു സംശയമാണ് ഉസ്താദെ, പ്രാവിനെ വളർത്താം, കൂട്ടിലിട്ട് വളർത്താം, പ്രാവിന് ഭക്ഷണം കൊടുക്കാം, കുറുകുന്ന നല്ലതാണ്. പക്ഷെ പ്രാവിന്റെ ഇറച്ചി കഴിക്കാമോ? പ്രാവിന്റെ ഇറച്ചി കഴിക്കൽ അനുവദനീയമാണ്. പ്രാവിന്റെ ഇറച്ചി കഴിക്കൽ അനുവദനീയമാണ്, പ്രശ്നമൊന്നുമില്ല. അത് ഏത് പ്രാവായാലും പ്രശ്നം തന്നെ. ഇറച്ചിക്ക് വേണ്ടി പ്രാവിനെ വളർത്താം, അത് ഇറച്ചിയൊക്കെ ആകുമ്പോൾ നമുക്ക് അറുത്ത് കഴിക്കാം, പ്രശ്നമില്ല. അത് ഹലാലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.